ഹലോ, എൻ്റെ പേര് ബിന്ദു. എനിക്കൊരു ക്രോഷ്യ ചാനലുണ്ട്, ക്രോഷ്യ സ്മാഷ്. ഇത് ഞാൻ മലയാളത്തിൽ ക്രോഷ്യയെ പറ്റി പറയാനായിട്ട് ഒരു സീരീസ് ഉണ്ടാക്കുവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെയൊക്കെ പേരും ഒക്കെ ആയിട്ടൊന്ന് മലയാളത്തിൽ ചെയ്യാമോ. കാരണം ഞങ്ങൾക്ക് ക്രോഷ്യ ബേസിക്കലി ചെയ്യാൻ അറിയാം, പക്ഷേ അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ വരുന്നതൊക്കെ ഇംഗ്ലീഷിലുള്ള ബുക്കിലൊക്കെയാണ്. അതിന് നോക്കിയിട്ട് സിംഗിൾ ക്രോഷ്യ, SC, ഡബിൾ ക്രോഷ്യ, DC എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മലയാളത്തിലൊരു സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം സ്ലിപ്പ് നോട്ട് അത് മുതൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സ്ലിപ്പ് നോട്ട് എന്നാന്ന് കാണാം. ഇപ്പം നമ്മൾ എടുത്തത് കുറച്ച് വണ്ണമുള്ളൊരു നൂലാണ് എടുത്തേക്കുന്നത്. ഒത്തിരി വണ്ണമുള്ളതല്ല, ഒരു മീഡിയം ഇടത്തരം, തീർത്തും കനം കുറവുമല്ല. ഇത് ഞാനൊരു 5 മില്ലിമീറ്റർ, ഇവിടെ സൈസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ 5 മില്ലിമീറ്റർ എന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന. 5 മില്ലിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മളിന്ന് എടുക്കുന്നത്. എന്നിട്ട് ഇച്ചിരി വണ്ണുള്ളൊരു ഇത് ഞാനെടുത്തു. ആണ് നമ്മളിങ്ങനെ ചുറ്റിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പിടിച്ചു. ഈ എൻഡിന് നമ്മൾ വർക്കിംഗ് എൻഡ് എന്ന് പറയും. ഇത് യാൺ ടെയിൽ എന്ന് പറയും, അറ്റമാണ്. ഇത് നമ്മുടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്യണം, ഇങ്ങനെ ഒന്ന് ഇതിന് മണ്ടേ കൂടെ അങ്ങ് ചുറ്റും. ഇങ്ങനെ വെച്ചിട്ട് മണ്ടേ കൂടെ അങ്ങ് ചുറ്റും. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് തിരിക്കും, അത് ചുറ്റും. ഞാനിങ്ങനെ ഇട്ടിട്ട് ഈ ആണിങ്ങനെ കോർത്തെടുത്തിട്ട് ഇതിനകത്തോട്ട് എടുക്കും. അപ്പം അത് എളുപ്പമായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് ആദ്യം കാണിച്ചു തരുമ്പോൾ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഈ മറ്റേ വർക്കിംഗ് എൻഡ് നീളമുള്ള വശം പിന്നെ ചെറിയ വശത്തിന് മേളിൽ കൂടെ വെക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്തോട്ട് നമ്മുടെ 2 വിരൽ കയറ്റിയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് മേളിലോട്ട് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഈ അറ്റ പിടിച്ച് വലിക്കുമ്പോൾ ഒരു കെട്ട് മുറുകുന്ന പോലെ വരും. എന്നാൽ മുറുകുന്ന കെട്ടല്ല, ഈ നമ്മളിതിൻ്റെ ഈ യാൺ ടെയിൽ കൈ പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന നീളമുള്ള വശം പിടിച്ച് വലിക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റ് ആവുകയും ചെയ്യും. ഒന്നുകൂടെയും കാണിച്ചു തരാം. ഈ നൂലിൻ്റെ അറ്റം നമ്മൾ വെറുതെ ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ നീളമുള്ള വശം ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ട് ഇടുക. എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തൂടെ കൈയിട്ടിട്ട് ആ നീളമുള്ള യാണിൻ്റെ അകം ഇങ്ങനെ പിടിച്ച് വലിക്കുക, മേളിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ അറ്റത്തിങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. അന്നേരത്തിനും ഒരു അയയുന്ന ഒരു കെട്ട് വരും. അങ്ങനെ വലിച്ചാൽ മുറുകും, അങ്ങനത്തെ ഒരു കെട്ട്. ഈ അറ്റത്ത് പിടിച്ചിട്ട് കാര്യമില്ല, ഈ അറ്റത്ത് പിടിക്കുമ്പോൾ വലിച്ചാൽ മുറുകും. അപ്പോൾ അത് നമ്മൾ വിരലിടാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഹുക്കയിലോട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ക്രോഷ്യ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ പറയില്ല ചെയിൻ ഇടണമെന്ന്, ചങ്ങല ഇടണമെന്ന് പറയും. അത് ഇങ്ങനെ ഈ നൂലിൻ്റെ മണ്ടയിലോട്ട് നൂലിങ്ങനെ ഹുക്ക് കൊണ്ട് കോരി എടുത്തിട്ട് ഈ ആദ്യം ഉണ്ടാക്കിയ സ്ലിപ്പ് നോട്ടിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അത് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെ അപ്പം അതിങ്ങനെ കണ്ണിയായിട്ട് വരും. അതാണ് ചെയിൻ ഇടുക എന്ന് പറയുന്നത്. ഈ ചെയിനിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ അതങ്ങ് അഴിഞ്ഞും പോകും. നമുക്ക് എത്ര പ്രാവശ്യം വേണേലും ചെയ്ത് പഠിക്കാം, നൂല് നഷ്ടം വരുന്നില്ല. ഇങ്ങനെ എടുക്കുക, ഇപ്പുറത്തോട്ട് ഇടുക, ഇതിൻ്റെ മണ്ടയിൽ കൂടെ കണ്ടില്ലേ. ഇത് നമ്മൾ വിരൽ വെച്ചിട്ട് ഈ നൂല് ക്രോസ് ചെയ്യുന്ന വശത്ത് നമ്മളിങ്ങനെ മുറുക്ക പിടിച്ചിട്ട് വിരൽ ഇങ്ങോട്ട് ഇട്ടിട്ട് അകത്തൂടെ ഇത് വലിച്ച് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇത് അറ്റത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് മേലോട്ട് വലിക്കുക. അന്നേരം ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് ഈ നീളം കൂടുതലുള്ള വശം ഇങ്ങനെ വലിക്കുമ്പോൾ അത് മുറുകും.
ആ മുറുകുന്നത് നമ്മളുടെ ഹുക്കയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങോട്ട് ഇടുക. ഈ ആണിങ്ങനെ ഈ ഹുക്കിൻ്റെ മണ്ടയിൽ കൂടെ ഹുക്ക് കൊണ്ട് ഇങ്ങനെ കൊളുത്തി ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തൂടെ ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ ഇങ്ങനെ ഒരു 5 മില്ലിമീറ്ററിൻ്റെ ഹുക്ക് മേടിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാം. അതേപോലത്തെ കട്ടിയുള്ള നൂല് മേടിച്ചാൽ മതി. തീരെ കനം കുറഞ്ഞ നൂലിനേക്കാൾ എളുപ്പം ഇച്ചിരി കട്ടിയുള്ള ഇതുപോലത്തെ ഇച്ചിരി കട്ടിയുള്ള നൂലാണ്. ഞാനിപ്പം കാനഡയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിവിടുന്ന് റെഡ് ഹാർട്ട് സൂപ്പർ സേവർ എന്ന് പറഞ്ഞിട്ട് അത് വലിയ വിലയില്ലാത്തൊരു നൂലാണ്. എന്നാൽ തീർത്ത് വില കുറവുമല്ല, അങ്ങനത്തെ ഒരു നൂലാണ്. അത് വെച്ചിട്ട് ആണ് ഞാൻ ഈ കുറച്ചൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കമ്പനിയുണ്ട് ബേണറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ മേടിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ എന്നോട് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് പഠിക്കുക. നൂലിൻ്റെ അറ്റം ഇവിടെ വെച്ചു. മറ്റേ അറ്റം ഇങ്ങനെ വളച്ച് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങോട്ട് ഇട്ടു. കണ്ടോ? എന്നിട്ട് നമ്മൾ ഈ വിരൽ രണ്ടും കൂടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറ്റിയിട്ട് ഇവിടെ മുറുക്ക പിടിച്ചുകൊണ്ട് വിരൽ രണ്ടും കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങോട്ട് വലിക്കുക. വലിക്കുമ്പോൾ ഇതങ്ങ് കെട്ട് മുറുകും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹുക്ക് ഇതിന് മണ്ടയിലോട്ട് ഇട്ടിട്ട് ഈ ഞാൻ ബോളായിട്ട് 3 വശം അല്ലെങ്കിൽ നീളമുള്ള ഇത് എടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഹുക്ക് കൊണ്ട് ഈ ഹുക്ക് എൻഡ് കൊണ്ട് ഇങ്ങനെ ഇതിൽ കൊളുത്തും. നൂല് ഇതിലോട്ട് ഹുക്കയിലോട്ട് കൊളുത്തിയിട്ടിട്ട് ഞാൻ വലിച്ച് ഈ സ്ലിപ്പിൻ്റെ അകത്തൂടെ കൊണ്ടുപോകും. ഇങ്ങനെ ഇങ്ങനെ വലിച്ച് എടുക്കും. നമ്മൾ കൈ മാറ്റി അതിൻ്റെ അടുത്തോട്ട് പിടിക്കും. ഇങ്ങനെ ആദ്യമൊക്കെ ചെയ്യുമ്പം ഭയങ്കര മുറുക്കത്തിലായിരിക്കും ചെയ്തു പോകുന്നത്. കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊരു മുറുക്കം വേണമെന്ന്. ഒത്തിരി ടൈറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്കൊരു വലിയ മാല പോലെ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. മാല പോലെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഞങ്ങൾ മുറിക്കാം. ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചങ്ങ് പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ കെട്ടുമായല്ലേ. ഇനി അതൊന്നും ചെയ്തില്ല, നമ്മൾ കെട്ട് മുറുകിയിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇത് അഴിഞ്ഞു പോകത്തില്ല. നമുക്ക് ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ട് കയ്യിലെ ബ്രേസ്ലെറ്റ് പോലെ ആക്കാം. പിള്ളേർക്കൊക്കെയാണ് വലിയ ഇഷ്ടമായിരിക്കും പല കളറിലൊക്കെ ഉണ്ടാക്കി ബ്രേസ്ലെറ്റ് കൊടുക്കാൻ. ഉണ്ടല്ലേ? അതിനെ ഇടും. അതിൻ്റെ അറ്റം അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. കൊച്ചു പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു 4-5 കളറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സന്തോഷമായിരിക്കും.